നമ്മൾ ഒരു രാജ്യത്തെയും താഴ്ത്തി സംസാരിക്കുന്നില്ല. നമ്മൾ ഒരു രാജ്യത്തെയും ആക്രമിക്കണമെന്ന് വിചാരിക്കുന്നില്ല അൺലസ് അവർ നമ്മെ ആക്രമിക്കുന്നത് വരെ. നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. ഫസ്റ്റ് സ്ട്രൈക്ക് അത് നമ്മളല്ല ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മാലിദ്വീപ് കുറച്ച് അതിര് കടന്നുപോയി. അവിടെയുള്ള 3 മന്ത്രിമാർ നമുക്കെതിരെ, ഇന്ത്യക്കെതിരെ മോശമായി പരാമർശിച്ചതുകൊണ്ടാണ് ഇപ്പോൾ മാലിദ്വീപ് ഭരണകൂടത്തിനെതിരെ എതിർപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മോശമായി പരാമർശിച്ച 3 മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്തു. പക്ഷെ അവിടെയുള്ള എക്കണോമി ഇമ്പാക്ട് അവർക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അവിടെ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 20,000-ൽ പരം ആളുകൾ ഇന്ത്യക്കാർ മാലദ്വീപിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ടൂറിസ്റ്റായി അവിടെ പോയി വരുന്നവരുടെ എണ്ണം ഒരു വർഷത്തിൽ ഏകദേശം 2 ലക്ഷം കഴിയും. ആദ്യത്തെ പാർട്ടിൽ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടു. ഈ ഒരു പാർട്ടിൽ എന്തൊക്കെ സഹായങ്ങൾ ഇന്ത്യ മാലദ്വീപിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്, മാലദ്വീപിന് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇതുവരെ ഇന്ത്യ ചെയ്തു കൊടുത്ത സഹായം വെച്ച് എന്തൊക്കെ നേട്ടങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ടിൽ ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള പ്രശ്നം നമ്മൾ കണ്ടു. ഇന്ത്യ ഔട്ട് എന്ന ക്യാമ്പയിൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അങ്ങനെ പുതിയൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു. പുതിയ പ്രസിഡന്റ് ചൈനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്നലെ ആദ്യത്തെ ഫോറിൻ വിസിറ്റായി ചൈനയിലേക്ക് പോയിരിക്കുന്നു. അതിനുശേഷം മാലിദ്വീപും ചൈനയുമായി ചില എഗ്രിമെന്റ്സിലൊക്കെ സൈൻ ആകും. 10 ഐലൻഡ്സ്, മാൽദീവ്സിലെ 10 ഐലൻഡ് ചൈന ലീസിന് എടുത്തിരിക്കുന്നു. അങ്ങനെ ചൈനയുടെ പ്രസൻസ് അധികമായി മാൽദീവ്സിലുണ്ട്. ഇങ്ങനെ ആദ്യത്തെ പാർട്ടിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് കണ്ടത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 2142 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഐലൻഡ് ആണ്, അല്ലെങ്കിൽ ഐലൻഡിന്റെ ഒരു കൂട്ടമാണ് മാലിദ്വീപ്. 2024 മുൻപ് വരെ, അതായത് ജനുവരി 1-ാം തീയതിക്ക് മുൻപ് വരെ നമ്മൾ ഒരു രീതിയിലും മാൽദീവ്സിനെതിരെ ഒരു പ്രശ്നത്തിലും ഏർപ്പെട്ടിട്ടില്ല. പക്ഷെ പലപ്പോഴും മാൽദീവ്സ് നമുക്കെതിരെ സംസാരിക്കാറുണ്ട് എന്നത് നമുക്കറിയാം. സോ ഇന്ത്യ ഔട്ട് എന്നത് മാൽദീവ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആയിരുന്നു. 1965-ലാണ് മാൽദീവ്സിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതിനുശേഷം മാൽദീവ്സിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ആ ഒരു നന്ദി പോലും മാൽദീവ്സിന് ഇല്ലാതെ പോയി. അവരെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് മാത്രമല്ല നമ്മൾ ചെയ്തത്, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സഹായം വേണോ, ഇന്ത്യയിലുള്ളവർ മാൽദീവ്സിൽ വരും, മാൽദീവ്സിലുള്ളവർക്ക് തീർച്ചയായും ഇന്ത്യയിലേക്ക് വരാം. ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതും ആദ്യമായി ഇന്ത്യ തന്നെയാണ്. ഇബ്രാഹിം സോളി 2018-ൽ മാൽദീവ്സിന്റെ പ്രസിഡന്റായി അദ്ദേഹം പദവിയേൽക്കുന്നു. അങ്ങനെ ഇബ്രാഹിം സോളി പദവിയേറ്റ ഉടൻ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സിലേക്ക് പോയി. അതുപോലെ തന്നെ ഇബ്രാഹിം സോളി പദവിയേറ്റ ഉടൻ തന്നെ ആദ്യമായി അദ്ദേഹം ഫോറിൻ വിസിറ്റ് നടത്തിയത് നമ്മുടെ ഇന്ത്യയിലേക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയതായി സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രസിഡന്റ് നേരെ ചൈനയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ പ്രശ്നം എവിടെ നിന്നുമാണ് ആരംഭിച്ചത് എന്ന? ഇന്ത്യയെ അവർ ഇപ്പോഴും പരീക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം സോളിയുടെ ഭരണകാലത്ത് അദ്ദേഹം പദവിയേറ്റ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിസിറ്റിൽ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ പല എഗ്രിമെന്റിലും $1.4 ബില്യൺ അമേരിക്കൻ ഡോളർ അളവിലുള്ള പല എഗ്രിമെന്റ്സിലും സൈൻ ചെയ്തു. ഈ എഗ്രിമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ $50 മില്യൺ അളവിലുള്ള അവരുടെ ബഡ്ജറ്ററി സപ്പോർട്ടും, അതേപോലെ 150 മില്യൺ അവരുടെ സബ്സ്ക്രിപ്ഷൻ ബൈ SBI എന്ന മെത്തേഡ്സും, കറൻസി സ്വാപ്പിന് വേണ്ടി $400 മില്യൺ, 8 ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് വേണ്ടി ഒരു $800 മില്യൺ ലൈൻ ഓഫ് ക്രെഡിറ്റ് വഴി കൊടുത്തിരുന്നു. ഇതെല്ലാം ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സസ്പെൻഡ് ആയ ആ 3 മന്ത്രിമാർ പറഞ്ഞത് എന്തായിരുന്നു? ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ വരില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അവരുടെ ഇപ്പോഴുള്ള ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ പകുതിയിൽ കൂടുതൽ നിർമ്മിച്ചു കൊടുത്തത് നമ്മുടെ ഇന്ത്യയാണെന്നുള്ള കാര്യം അവർ മറന്നുപോയിരിക്കുന്നു. 1988 മുതൽ മാലിദ്വീപിലുള്ള സൈനികർ മാൽദീവിയൻ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് MNDF, ഈ MNDFന്റെ ട്രെയിനിങ് കൊടുക്കുന്നത് ഇന്ത്യയാണ്. അതായത് അവർ ട്രെയിനിങ് എടുക്കുന്നതിൽ 70% ട്രെയിനിങ്ങും കൊടുക്കുന്നത് ഇന്ത്യയാണ്. അതേപോലെ 10 വർഷത്തിൽ 1500 MNDFന് പലതരത്തിലുള്ള സെഗ്മെന്റിൽ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നു. EE-2 പട്രോൾസ്, ആന്റി നാർക്കോട്ടിക് ഓപ്പറേഷൻ, SAR, സീ റൈഡർ പ്രോഗ്രാം, HADR എക്സസൈസ്, അഡ്വഞ്ചർ ക്യാമ്പ്, സെയിലിംഗ് റിഗട്ട, ഇങ്ങനെയുള്ള പല വിഭാഗത്തിൽ നമ്മളാണ് മാൽദീവ്സിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്ത്യയുടെ നേവി MNDFന് എയർ അസറ്റ്സ് ഫോർ എയർ സർവേലൻസ്, MEDEVAC, SAR, ഹേലോബോൺ, വെർട്ടിക്കൽ ഇൻസേർഷൻ ക്യാപ്പബിലിറ്റി, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് പാക്കേജായി എല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നതും ശ്രദ്ധേയമാണ്.
അതുപോലെ തന്നെ മാൽദീവ്സിന്റെ ഡിഫൻസ് ഫോഴ്സിന് നമ്മൾ അവിടെ പോയി മാത്രമല്ല ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ വന്നും ട്രെയിനിങ് എടുക്കാം. ഇനി അഥവാ ഒരു പ്രകൃതി ദുരന്തം എന്തെങ്കിലും വന്നാൽ അതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള രീതിയിലുള്ള പല ട്രെയിനിങ്ങും ഇന്ത്യ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹ്യൂമനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ, പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് അതർ എക്സസൈസ് ഓർഗനൈസ്ഡ് ബൈ ഇന്ത്യ. അതായത് ഇതെല്ലാത്തിനും MNDF-നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ MNDF-ന് കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് ഫോർ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നതിനും നമ്മുടെ രാജ്യത്ത് നിന്നുമാണ് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും വലിയ വലിയ കാര്യത്തിൽ മാൽദീവ്സിനെ ട്രെയിൻ ചെയ്ത ട്രെയിനറാണ് ഇന്ത്യ. 1995 ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നമ്മൾ അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു. 2017 അത് കംപ്ലീറ്റ് ആയി റെനോവേറ്റ് ചെയ്തു കൊടുത്തിരിക്കുന്നു. അതിൽ പുതിയ ടെക്നോളജി കൊണ്ടുപോയിട്ടുമുണ്ട്. മാൽദീവ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മാൽദീവ്സ് പോളിടെക്നിക് 12 കോടി രൂപ ചിലവിൽ 1996 നിർമ്മിച്ചു കൊടുത്തു. അതുമാത്രമല്ല, ഇന്ത്യ ആൻഡ് മാൽദീവ്സ് ഫാക്കൽറ്റി ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ്, അതിനും തറക്കല്ലിടുന്ന ഫംഗ്ഷനൊക്കെ നമ്മളാണ് നടത്തിയിരുന്നത്. അതും ആ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തു. ഇത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ നടന്നതാണ്. 2002 സെപ്റ്റംബർ മാസമാണ് ഇത് നടന്നത്. അതുപോലെ 2021 കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് മാൽദീവ്സിന്റെ 3rd ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ. ഇനി എന്തൊക്കെയാണ് മാൽദീവ്സിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. റോക്ക് ബോൾഡേഴ്സ്, റഡാർ അപ്പാരറ്റസ് അഗ്രിഗേറ്റ്സ്, സിമെന്റ് ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ലൈക്ക് റൈസ്, വീറ്റ്, സ്പൈസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് പോൾട്രി പ്രൊഡ്യൂസ്. ഇങ്ങനെ ഇതെല്ലാം മാൽദീവിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാത്തിനും അപ്പുറം ടൂറിസം എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും നിരവധി പേർ, ഏകദേശം ഒരു വർഷത്തിൽ 2 ലക്ഷത്തിൽ പരം ആളുകൾ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് ആവറേജ് കണക്ക് മാത്രമാണ്. മാൽദീവ്സിലേക്ക് പോകുന്നത് മാത്രമല്ല, നമ്മൾ ഇവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങൾ അവിടെ വെച്ച് വാങ്ങുമ്പോൾ വില കൂട്ടി വാങ്ങിച്ച് അവരെ സഹായിക്കുന്നുണ്ട്. അവരും ടൂറിസം ബേസ് ചെയ്ത് നീങ്ങുന്ന രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പല വെബ്സൈറ്റിലും ടൂറിസം പാക്കേജ് ഈസി ആക്സസ് അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാൽദീവിന്റെ ഭാഗത്തു നിന്നും വന്ന ഈ ഒരു മോശം പരാമർശം കാരണം ഈസി മെയിൽ ട്രിപ്പ് എന്ന വെബ്സൈറ്റ് പോലും മാൽദീവ്സിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഞങ്ങളുടെ രാജ്യത്തിനെതിരെ അവർ സംസാരിച്ചു. ഞങ്ങൾക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ രാജ്യത്തോടൊപ്പം ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. അതേപോലെ 8000-ൽ പരം ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. 2000-ൽ പരം ഹോട്ടൽ ബുക്കിംഗ്സ് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇതെല്ലാം ഉടനെ മാൽദീവ്സിനെ ഇമ്പാക്ട് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെ. അവിടെയുള്ള എക്സ് സ്പോർട്സ് മിനിസ്റ്റർ, അതുപോലെ തന്നെ അവിടെയുള്ള എക്സ് പ്രസിഡന്റ്, ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ത്യയുടെ ബോയ്ക്കോട്ട് ഓഫ് മാൽദീവ്സ് എന്നത് ലോങ് എക്കണോമിക് ക്രൈസിസ് ഉണ്ടാക്കും എന്ന് പറയുന്നു. ദയവ് ചെയ്ത് ഇതിന് മാൽദീവ്സ് ഭരണകൂടം പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഈ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പക്കലല്ല, മറിച്ച് മാൽദീവ്സ് ഭരണകൂടത്തിന്റെ പക്കലാണ്. ഇന്ത്യ ഇത്രയും സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ ഇന്ത്യ ചെയ്ത സഹായത്തിന്റെ ലിസ്റ്റ് ഇനിയും നീണ്ടുപോകുന്നു. സെനഹിയ MNDF മിലിറ്ററി ഹോസ്പിറ്റൽ, കോമ്പസിറ്റ് ട്രെയിനിങ് ഫെസിലിറ്റി ഓഫ് ദ MNDF, എക്സ്റ്റെൻഡഡ് കോസ്റ്റൽ സർവീലൻസ്, റഡാർ സിസ്റ്റം CSRS, അതേപോലെ UTF മെയ് 2023 കൊടുത്തു. മിനിസ്ട്രി ഓഫ് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സും നമ്മളാണ് അവർക്കായി നിർമ്മിച്ചു കൊടുത്തത്. അതുപോലെ ഇന്ത്യയുടെ അസിസ്റ്റൻസ് വിത്ത് ഡിഫൻസ് എക്യുപ്മെന്റ് എന്ന് നോക്കുമ്പോൾ ആർമോർഡ് കോമ്പാക്ട് വെഹിക്കിൾ 4 എണ്ണം 1992-ൽ, അതുപോലെ ധ്രുവ് ഹെലികോപ്റ്റർ, CGS, കമിയാബു, ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ 24 യൂട്ടിലിറ്റി വെഹിക്കിളുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് മാൽദീവ്സും ഇന്ത്യയും തമ്മിൽ നടന്നു. പക്ഷെ ഇതുവരെ ഡെലിവറി ചെയ്തിട്ടില്ല. ഇതുപോലെ നിരവധി എക്സസൈസും നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തു കൊടുത്തിട്ടും മാൽദീവ്സ് എന്താണ് പറയുന്നത്? ചാണകം പോലെയാണ് ഇരിക്കുന്നത്, ചാണകത്തിന്റെ സ്മെല്ലാണ് വരുന്നത്. അവിടെയുള്ള ബീച്ച് ഒന്നും അത്ര ക്ലിയർ ആയിട്ടല്ല ഉണ്ടാവുക, മൊത്തം വേസ്റ്റുകളുടെ കൂമ്പാരമാണ് അവിടെയുള്ളത്. അവരുടെ പ്രധാനമന്ത്രി ഇസ്രയേലിന്റെ അടിമയാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെ പ്രധാനമന്ത്രിയെയും വളരെ മോശമായ പരാമർശം നടത്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഇന്ത്യക്കാർക്ക് നാടിഞ്ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകിയത്. അങ്ങനെ നാടിഞ്ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകിയത് കൊണ്ടാണോ എന്തോ മാൽദീവ്സ് ഹൈ കമ്മീഷണറെ വിളിച്ചു വരുത്തിയിരുന്നു. അങ്ങനെ 3 മിനിറ്റ് മാത്രം. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയി. ഇതേപോലെ ഒരു അവസ്ഥ കാനഡയിലെ ഹൈ കമ്മീഷണറിനും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മാലിദ്വീപ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അത് ഇന്ത്യക്കായാലും ചൈനയ്ക്കായാലും.
അതിന്റെ കാരണവും ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഇന്ത്യ മാൽദീവ്സിന് വേണ്ടി ചെയ്തു കൊടുത്ത സഹായങ്ങൾ മാത്രമാണ്. പക്ഷേ മാൽദീവ്സിനെ വെച്ച് നമുക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് എന്ന് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ ശത്രുക്കളെക്കാളും ദ്രോഹികളെയാണ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്. മാലിദ്വീപ് നമ്മുടെ ദ്രോഹിയായി മാറി നിൽക്കുകയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.